ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഉറക്കമൊഴിഞ്ഞ് പഠിച്ച് PSC പരീക്ഷ എഴുതിയ KSEB മസ്ദൂർ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെ ഉദ്യോഗസ്ഥ കസേരയിൽ ഇരിക്കാൻ സാധിച്ചിട്ടില്ല. KSEBയിൽ ഒഴിവുകൾ നിരവധിയാണ്. അതിലേക്ക് പരീക്ഷ എഴുതിയവർ ഷോർട്ട് ലിസ്റ്റും സർട്ടിഫിക്കറ്റ് പരിശോധനയും പൂർത്തിയാക്കി. എന്നാൽ നിയമനത്തിന് PSCയുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. വൈദ്യുതി ബോർഡിലെ മുഴുവൻ മസ്ദൂർ ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യവുമായി KSEB മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സിന്റെ വൈദ്യുതി ഭവൻ മാർച്ച്. ലേഖനങ്ങളുടെ പേരിൽ തനിക്കെതിരെ പാർട്ടിയെടുത്ത നടപടി ശരിയെന്ന് CPMൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി NV ബാലകൃഷ്ണൻ. തന്നെ വളർത്തിയത് പാർട്ടിയെന്നും അദ്ദേഹം. അഴിമതിക്കാരായ കോർപ്പറേഷൻ മേയറെയും ഡെപ്യൂട്ടി മേയറെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ വലയം. വാർത്തകൾ വിശദമായി. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട CPM മുൻ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി NV ബാലകൃഷ്ണൻ താൻ എഴുതിയ ലേഖനങ്ങൾ പാർട്ടി വിരുദ്ധമായിരുന്നെന്നും അങ്ങനെ ചെയ്യരുതായിരുന്നെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏറ്റുപറഞ്ഞു. ഇതോടെ കോഴിക്കോട് ജില്ലയിൽ CPMൽ ഉരുണ്ടുകൂടിയ പ്രതിസന്ധിക്ക് താൽക്കാലിക വിരാമമായി. പാർട്ടിയെ കളിയാക്കി ലേഖനമെഴുതിയതിന്റെ പേരിലാണ് കൊയിലാണ്ടി മുൻ ഏരിയ സെക്രട്ടറി NV ബാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യാൻ CPM തീരുമാനമെടുത്തത്. ബഹ്റൈനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന 4 PM ന്യൂസ്, ഒമാനിൽ നിന്നുള്ള ഒമാൻ ട്രിബ്യൂൺ എന്നീ മാധ്യമങ്ങളിലായിരുന്നു പാർട്ടിക്കെതിരായ വിമർശനങ്ങൾ. സോളാർ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ പരാജയത്തെ കണക്കിന് കളിയാക്കുന്നതായിരുന്നു 4 PM ന്യൂസിൽ എഴുതിയ കാറ്റുപോയ തുമ്പപ്പൂ വിപ്ലവം എന്ന ലേഖനം. ലേഖനങ്ങളുടെ പേരിൽ 1 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കാണിച്ച് കഴിഞ്ഞ ആഴ്ച CPM ജില്ലാ കമ്മിറ്റി NV ബാലകൃഷ്ണന് നോട്ടീസ് നൽകി. തുടർന്ന് കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കൂടിയായ ഇദ്ദേഹത്തിന്റെ ഭാര്യ K ശാന്ത രാജി സമർപ്പിച്ചത് പാർട്ടിയെ ഞെട്ടിച്ചു. നടപടി റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച ഏരിയ കമ്മിറ്റി യോഗം ബഹളത്തിൽ കലാശിച്ചതും കൂടുതൽ കൌൺസിലർമാരും പാർട്ടി ഭാരവാഹികളും രാജിസന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയതും CPMനെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ഇതിനിടയിലാണ് NV ബാലകൃഷ്ണൻ തിങ്കളാഴ്ച മാധ്യമങ്ങളെ കാണുന്നതും നിലപാട് വ്യക്തമാക്കുന്നതും. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ പാർട്ടി കമ്മിറ്റിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അതിനകത്ത് ചെറിയ പോരായ്മകൾ വന്നിട്ടുണ്ട്. ഒരു CPMനകത്ത് നിൽക്കുന്ന ഒരു ആളെന്നുള്ള നിലക്ക് അങ്ങനെ എഴുതുമ്പോൾ പാർട്ടിക്ക് അത് വിമർശനമായിട്ട് ഉന്നയിക്കാം. അങ്ങനെ ഉന്നയിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പാർട്ടിയുടെ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു. താൻ എഴുതിയ ലേഖനങ്ങൾ പാർട്ടി വിരുദ്ധമായി തോന്നുന്നുവെങ്കിൽ അത് സ്വാഭാവികമാണെന്നും തനിക്കെതിരെ പാർട്ടി സ്വീകരിച്ച നടപടി ശരിയാണെന്നും ബാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. ഭാവിയിൽ എത്ര പശുകൾ വരാതെ ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം എന്ന് ഞാൻ പാർട്ടി കമ്മിറ്റിയുടെ മുമ്പാകെ തെറ്റു പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് സത്യം. വൈദ്യുതി ഭവനിലെ മുഴുവൻ മസ്ദൂർ ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSEB മസ്ദൂർ കോഴിക്കോട് ജില്ലാ റാങ്ക് ഹോൾഡേഴ്സ് കുടുംബസമേതം ജില്ലാ വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ധർണ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ബോർഡിലെ മുഴുവൻ മസ്ദൂർ ഒഴിവുകളും ഉടൻ PSCക്ക് റിപ്പോർട്ട് ചെയ്യുക, നിയമന നിരോധനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSEB മസ്ദൂർ ജില്ലാ റാങ്ക് ഹോൾഡേഴ്സ് കുടുംബസമേതം കോഴിക്കോട് ജില്ലാ വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ക്രിസ്ത്യൻ കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ജിതേഷ് കൊളാവിപ്പാലം, സജിത് ഒഞ്ചിയം, ബൈജു ഇരിങ്ങൽ, സുരേഷ് ബാലുശ്ശേരി, രജീഷ് ബാലുശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വൈദ്യുതി ഭവന് മുന്നിലെ ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കാഴ്ചയുള്ളവർക്ക് കാണുവാൻ മനസ്സിലാക്കുവാനും പറ്റുന്ന ഒരു സമരമാണ് നിങ്ങൾ ഇന്ന് നടത്തുന്നത്. SSLC യോഗ്യത വരെയുള്ള ആളുകളെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിൽ പോയി പരീക്ഷ എഴുതി നിയമനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോഴും നിയമനം നടത്താത്ത രീതിയിൽ
നിങ്ങളോട് കാണിക്കുന്ന ഈ ദ്രോഹം ഗവൺമെന്റിന്റെ മുമ്പിൽ തുറന്നു കാട്ടേണ്ടതും ആവശ്യമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജോലിയില്ലാതെ ജീവിക്കുവാൻ എങ്ങനെ പറ്റുമെന്നുള്ള ഒരു ചോദ്യമാണ്. ഒഴിവുണ്ടായിട്ടും എന്റെ അച്ഛൻ എന്ത് ജോലിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്ലേകാർഡിലൂടെ. സ്വന്തം മക്കളെ പോറ്റുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വലിയ വിഭാഗം ആളുകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി എ ഷിയാലി, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എൻ രാജേഷ്, എഐവൈഎഫ് ജില്ലാ സെക്രട്ടറി പി ഗവാസ്, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി കെ ടി വിപിൻ, ആഷിഖ് ചെലവൂർ, കെ ടി സിബി എന്നിവർ സംബന്ധിച്ചു. ഈ സമരം സൂചന മാത്രമാണെന്നും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് ഉടൻ നിയമനം നടത്താത്ത പക്ഷം റിലേ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സമരങ്ങൾ ജില്ലയിൽ നടത്തുമെന്നും ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കോർപ്പറേഷൻ മേയറെയും ഡെപ്യൂട്ടി മേയറെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും കോർപ്പറേഷൻ പരിധിയിലെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് ടൗൺ സിറ്റി സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ വലയം തീർത്തു. മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ മേയറെയും ഡെപ്യൂട്ടി മേയറെയും പുറത്താക്കുക, കോഴിക്കോട് കോർപ്പറേഷനിലെ വികസന മുരടിപ്പും അഴിമതിയും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് സിറ്റി സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രതിരോധ വലയം തീർത്തത്. സിറ്റി സൌത്ത് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മൊയ്തീൻ ബാബു അധ്യക്ഷത വഹിച്ച പ്രതിരോധ വലയം യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. വിജിലൻസ് കോടതി 14 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുൻപോട്ട് പോകുകയും നഗരകാര്യ വകുപ്പ് സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ കാലത്ത് നടത്തിയ അഴിമതിയിൽ 2 ഉദ്യോഗസ്ഥന്മാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്ത സാഹചര്യമുണ്ടായി. എന്നാൽ വിരോധാഭാസമെന്ന് പറയട്ടെ, സർക്കാരിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ, ധനകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ, സർക്കാർ തന്നെ നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥന്മാർ കുറ്റക്കാരല്ല എന്ന് പറയുന്നു. അഡ്വക്കേറ്റ് എ വി അൻവർ, കെ മൊയ്തീൻ കോയ, കെ മുഹമ്മദ് അലി, നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മിണ്ടാപ്രാണിയെ ദ്രോഹിച്ച ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. നടുവണ്ണൂരിൽ നിന്നും കൊയിലാണ്ടിയിലേക്ക് വരികയായിരുന്ന വാഹനത്തിൽ നിന്നും റോഡിലേക്ക് വീണ പശു ഗുരുതരാവസ്ഥയിലായ സംഭവത്തെ തുടർന്നാണ് കേസ്. പശുക്കളെ ചെറിയ വാഹനങ്ങളിൽ കുത്തിക്കയറ്റി കൊണ്ടുപോകുന്നത് തുടർക്കഥയായിരിക്കെയാണ് ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോകുന്നത്. നടുവണ്ണൂർ ഭാഗത്തു നിന്നും കൊയിലാണ്ടിയിലേക്ക് പശുക്കളെ കൊണ്ടുവരികയായിരുന്ന വാഹനത്തിൽ നിന്നും പശു റോഡിലേക്ക് വീഴുകയായിരുന്നു. ടയറിൽ കുടുങ്ങിയ പശുവിനെ 1/2 കിലോമീറ്ററോളം വാഹനം റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയി. തുടർന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വാഹനം തടഞ്ഞു നിർത്തിയതോടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ടയറിൽ കുടുങ്ങിയ പശുവിന്റെ 2 കാലുകൾക്കും തലയ്ക്കും ഗുരുതരമായ പരിക്കുണ്ടെന്ന് പരിശോധിച്ച വെറ്റിനറി ഡോക്ടർ അറിയിച്ചു. സംഭവത്തിൽ പ്രകോപിതരായ നാട്ടുകാർ പ്രതിഷേധിക്കുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് മേപ്പയൂർ എസ്ഐ അപ്പുണ്ണിയുടെ നേതൃത്വത്തിൽ പോലീസുകാർ സ്ഥിതിഗതികൾ ശാന്തമാക്കി. പശുവിനെ ഉടമസ്ഥനു തന്നെ കൈമാറിയതായി പോലീസ് അറിയിച്ചു. ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. വാഹനങ്ങളും മറ്റും പോലീസ് പിടിച്ചെടുത്തു. സമൂഹ വിവാഹം ഒരു സംസ്കാരമായി മാറണമെന്ന് മന്ത്രി എം കെ മുനീർ. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E5ന്റെ നേതൃത്വത്തിൽ നടത്തിയ സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20 യുവാക്കളാണ് സമൂഹ വിവാഹത്തിലൂടെ പൊതുജീവിതത്തിലേക്ക് കടന്നത്. ലയൺസ് ക്ലബിന്റെ ആശീർവാദത്തോടെ 20 യുവാക്കൾ കൂടി പൊതുജീവിതത്തിലേക്ക് കടന്നു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E നേതൃത്വത്തിൽ നടത്തിയ സമൂഹ വിവാഹത്തിലൂടെയാണ് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള നിർധനരായ യുവാക്കൾ മിന്നുകെട്ടിയത്. വിവാഹിതരായവർക്ക് ആഭരണങ്ങളും വസ്ത്രവും വീട്ടുപകരണങ്ങളും നൽകി. പന്നിയങ്കര സുമംഗലി കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ വിവാഹം കൂടാനെത്തിയവർക്കായി വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. മന്ത്രി എം കെ മുനീർ സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്തു. സമൂഹ വിവാഹം ഒരു സംസ്കാരമായി മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. പേരാമ്പ്ര പടത്തുകടവ് മദർ തെരേസ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന് ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റ് നൽകുന്ന ആംബുലൻസിന്റെ താക്കോൽദാനവും അദ്ദേഹം നിർവഹിച്ചു. ഡോക്ടർ സുചിത്ര സുധീർ അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, DCC പ്രസിഡന്റ് KC അബു, KT അജിത്, AJ മാത്യു, K സുജിത്, വത്സല ഗോപിനാഥ്, ഐപ് തോമസ്, കൃഷ്ണനുണ്ണി രാജ, രാജേഷ് കുഞ്ഞപ്പൻ, ജോസഫ് ജനാർദ്, KV കിഷോർ എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്.
ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരിയിൽ ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരിയിൽ. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ യൂണിയന്റെ വെബ്സൈറ്റ് സാഹിത്യകാരൻ അക്ബർ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ യൂണിയൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PV അലി കൊയിലാണ്ടി അധ്യക്ഷനായിരുന്നു. കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ യൂണിയന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം സാഹിത്യകാരൻ അക്ബർ കക്കട്ടിൽ നിർവഹിച്ചു. ഞാനും ഈ റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ്. റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് എന്നതിനപ്പുറത്ത് ഞാൻ ആലോചിച്ചത് റിയൽ എസ്റ്റേറ്റും ഞാനും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ്. ഈ പൊന്നൊരുക്കുന്നിടത്ത് അല്ലെങ്കിൽ ഇരുമ്പൊരുക്കുന്നിടത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ എൻ്റെ ആലോചന പോയി. പക്ഷെ പിന്നീട് ഞാൻ ഓർത്തു, ഒരുപാട് വായനക്കാരുള്ള ഒരു മേഖലയാണ് ഈ റിയൽ എസ്റ്റേറ്റ് മേഖല. റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും പ്രാബല്യത്തിൽ വരണമെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമര പരിപാടികൾ ആവശ്യമാണ്. അതിനുവേണ്ടി എല്ലാ തൊഴിലാളികളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി PV അലി കൊയിലാണ്ടി, ജില്ലാ പ്രസിഡന്റ് സുധീഷ് ബാലുശ്ശേരി, സംസ്ഥാന പ്രസിഡന്റ് K മോഹനൻ, സെക്രട്ടറി MK അബ്ദുൽ സലാം, കൌൺസിലർ KT പത്മജ, ET പപ്പൻ, വിൽസൺ സാമുവൽ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കുത്തക മുതലാളിമാരുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ. പാചകവാതക ഇന്ധന വിലവർധനയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതക ഇന്ധന വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കേണ്ട കോൺഗ്രസ് പാർട്ടി കുത്തക മുതലാളിമാരുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ധർണയിൽ ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ കക്കോടി അധ്യക്ഷത വഹിച്ചു. മോഹനൻ കുഞ്ഞുമംഗലം, ചന്ദ്രൻ മടവൂർ, രാജീവൻ കോവൂർ, രാജേഷ് മാങ്കാവ്, രവീന്ദ്രൻ കാരപ്പറമ്പ്, ഷറഫുദ്ദീൻ ചെറുകുളം എന്നിവർ സംബന്ധിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടേതെന്ന പേരിൽ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന കേശം വ്യാജമാണെന്നും കേശത്തിന്റെ പ്രദർശനവും അത് മുക്കിയ വെള്ളം വിതരണം ചെയ്യുന്നതും വഞ്ചനയും തട്ടിപ്പുമാണെന്നും SYS ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. കേശത്തെ ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ സംഘടനയിൽ നിന്നും രാജിവെച്ചവരാണ് തങ്ങളെന്നും കേശവിവാദത്തെക്കുറിച്ചുള്ള നിജസ്ഥിതികൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കാന്തപുരവുമായി തുറന്ന സംവാദത്തിന് തയ്യാറാണെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കേശത്തിന്റെ പേരിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യുകയും കേശസൂക്ഷിപ്പിനായി പള്ളി നിർമ്മിക്കാൻ 40 കോടിയിലേറെ രൂപ പിരിച്ചെടുക്കുകയും ചെയ്ത കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പള്ളി നിർമ്മിക്കാൻ പിരിവ് നടത്തിയിട്ടില്ലെന്നും പള്ളിക്ക് വേണ്ടി പ്രചരണങ്ങൾ നടത്തിയിട്ടില്ലെന്നും പ്രമുഖ വാരികയ്ക്കായി അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. മർക്കസിൽ സൂക്ഷിച്ച കേശം വ്യാജമാണെന്ന് എല്ലാവരെക്കാളും നന്നായി കാന്തപുരത്തിന് അറിയാമെന്നിരിക്കെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് കേശത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയത്. കാന്തപുരം നടത്തിയ തട്ടിപ്പിനെ നിയമപരമായി നേരിടാൻ തയ്യാറെടുക്കുകയാണെന്ന് കാന്തപുരം വിഭാഗത്തിൽ നിന്നും രാജിവെച്ചവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കാര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കാന്തപുരവുമായി സംവാദത്തിലും തങ്ങൾ തയ്യാറാണെന്നും അവർ വ്യക്തമാക്കി.
ചെയ്യുന്നതോടൊപ്പം ഇനി ഇതിന്റെ ഇരകളായ ഒരുപാട് ആളുകൾ നമ്മളോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ ഇരകളായ ആളുകൾ തന്നെ ഞങ്ങൾ കൂടി കോടതിയിലേക്ക് വരികയാണെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞത് ഇനി നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് ഇനിയും മറ്റൊരു വിധത്തിൽ കൂടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് മതദർശനങ്ങൾ ദുരുപയോഗം ചെയ്യരുതെന്ന് KNM കോഴിക്കോട് നോർത്ത് ജില്ലാ സമ്മേളന സമാപനം ആഹ്വാനം ചെയ്തു. കൊയിലാണ്ടിയിൽ നടന്ന ആദർശ സമ്മേളനം ISM പ്രസിഡന്റ് ഡോക്ടർ AI അബ്ദുൾ മജീദ് സ്വലാഹി ഉദ്ഘാടനം ചെയ്തു. വിശ്വാസവിശുദ്ധിയിലൂടെ സംസ്കരിക്കപ്പെട്ട സമൂഹത്തിന് സാമൂഹിക ജീർണതകളുടെ പര്യായമാകാൻ സാധ്യമല്ലെന്നും സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടി മതാദർശങ്ങളുടെ വക്താക്കളായി ചമയുന്നവരാണ് ജീർണതകൾക്ക് ഉത്തരവാദികളെന്നും ഇത്തരം ശക്തികളെ തിരിച്ചറിയാൻ സമൂഹം ശ്രമിക്കണമെന്നും കൊയിലാണ്ടിയിൽ നടന്ന KNM കോഴിക്കോട് നോർത്ത് ജില്ലാ മുജാഹിദ് സമ്മേളനം ആഹ്വാനം ചെയ്തു. കുടുംബസംഗമം MGM സംസ്ഥാന സെക്രട്ടറി ആയിഷക്കുട്ടി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. റഹ്മത്ത് ടീച്ചർ പേരാമ്പ്ര അധ്യക്ഷം വഹിച്ചു. ജവഹർ ഐനിക്കോട്, അൻസാർ സൊലാഹി നന്മണ്ട, ഫറൂസ ഖലീൽ, സഫിയ കീപ്പോടി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി യുവജന സമ്മേളനം PSC അംഗം TT ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. PK ഫൈസൽ അധ്യക്ഷം വഹിച്ചു. അഹമ്മദ് അനസ് മൗലവി, ആദിൽ തൗഫീഖ്, ഷമീർ വാഗയാട്, അലി അസർ എന്നിവർ സംസാരിച്ചു. തലമുറ സംഗമം KNM ട്രഷറർ അബ്ദുൾ റഹ്മാൻ മദനി പാലത്ത് ഉദ്ഘാടനം ചെയ്തു. KB അബ്ദുൽ ലത്തീഫ് മൗലവി, VP മൂസാൻകുട്ടി ഫാറൂഖി, KP അബ്ദുറഹ്മാൻ മൗലവി എന്നിവർ സംസാരിച്ചു. VV അബൂബക്കർ മൗലവി അധ്യക്ഷം വഹിച്ചു. ആദർശ സമ്മേളനം ISM പ്രസിഡന്റ് ഡോക്ടർ AI അബ്ദുൾ മജീദ് സ്വലാഹി ഉദ്ഘാടനം ചെയ്തു. CK കല്ലേരി അധ്യക്ഷം വഹിച്ചു. നിത്യഹരിത നായകൻ പ്രേം നസീറിന് കോഴിക്കോടിന്റെ സംഗീതാർച്ചന. പ്രേം നസീർ അഭിനയിച്ച സിനിമകളിലെ ഹിറ്റ് ഗാനങ്ങൾ നഗരത്തിന് നിത്യവസന്ത സംഗീത രാത്രി സമ്മാനിച്ചു. 25ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നളന്ദ ഓഡിറ്റോറിയത്തിലായിരുന്നു സംഗീത വിരുന്ന് നടന്നത്. 25 ചലച്ചിത്ര പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. പുരുഷൻ കടലുണ്ടി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിത്യഹരിത നായകനായി കാലങ്ങളേറെ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന പ്രേം നസീറിന് സത്യത്തിന്റെ നഗരത്തിന്റെ ആദരം. നസീർ വിട പറഞ്ഞിട്ട് 25 വർഷം തികഞ്ഞ ഞായറാഴ്ച മലയാള ചലച്ചിത്ര സൗഹൃദവേദി, മൂവി മാജിക് ഫിലിം അക്കാദമി, റോട്ടറി കാലിക്കറ്റ് സെൻട്രൽ, ആക്റ്റീവ് കോഴിക്കോട് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി പഴങ്കാലത്തിലേക്കുള്ള മടക്കയാത്രയായി. ചലച്ചിത്ര രംഗത്ത് സാന്നിധ്യം അറിയിച്ച മലബാറിലെ 25 പ്രതിഭകളെ ആദരിക്കലും നസീർ അഭിനയിച്ച 25 ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ നിത്യവസന്ത സംഗീത രാത്രിയുമാണ് നടന്നത്. ജോയ് മാത്യു, ഹരിദാസ്, മാമുക്കോയ, കുട്ടിയെഴുത്തി വിലാസിനി, കോഴിക്കോട് നാരായണൻ നായർ, കോഴിക്കോട് ശാരദ, അബു സലീം, സുധീഷ്, കൈതപ്രം, തേജ് മെർവിൻ, സുനിൽകുമാർ, സിബില സദാനന്ദൻ, സിന്ധു പ്രേംകുമാർ, PR നാഥൻ, രാമചന്ദ്ര മേനോൻ, K രാജഗോപാൽ, KG രമേഷ് കുമാർ, PT ഹാരിസ്, അഡ്വക്കേറ്റ് M രാജൻ, KTC അബ്ദുല്ല, മുരുഗൻസ്, പുനലൂർ രവി, ദീദി ദാമോദരൻ, ബിയോൺ സാധിക, ഷാജി പട്ടിക്കര എന്നിവരെയാണ് ആദരിച്ചത്. പുരുഷൻ കടലുണ്ടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവാസ് പുനൂർ അധ്യക്ഷത വഹിച്ചു. മേയർ AK പ്രേമജം മുഖ്യാതിഥിയായിരുന്നു. ബാബുസ്വാമി, സ്വർഗചിത്ര അപ്പച്ചൻ, ജനറൽ കൺവീനർ റഹീം പൂവാട്ടുപറമ്പ്, നവാസ് പൂനൂർ, K പത്മകുമാർ, R കനകാംബരൻ, സജൽ മുഹമ്മദ്, AK മുഹമ്മദ് അലി, ഡോക്ടർ ബിനു പുരുഷോത്തമൻ എന്നിവർ സംബന്ധിച്ചു. പ്രേംനസീർ സാറിന്റെ അവസാന ചിത്രമായ ധ്വനിയിലൂടെയാണ് ഞാൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. നസീർ സാർ വിട പറയുന്നതിന്റെ 3 വർഷം മുമ്പാണ് അദ്ദേഹത്തെ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shapes and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. മലബാർ കനൈൻ ക്ലബിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ശ്വാന പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചു. തളി സാമൂതിരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഷോയിൽ 35 ഇനങ്ങളിൽപ്പെട്ട 250ഓളം ശ്വാനന്മാർ പങ്കെടുത്തു. 1995 ആരംഭിച്ച മലബാർ കനൈൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ശ്വാന പ്രദർശനം നടക്കുന്നുണ്ട്. കനൈൻ ക്ലബ് ഓഫ് ഇന്ത്യ പോയിന്റഡ് ഷോ സ്റ്റാറ്റസ് നൽകിയ മത്സരമാണിത്. ഇന്ത്യയിലെ ചുരുക്കം ക്ലബ്ബുകൾക്ക് മാത്രമാണ് ഈ പദവി നൽകിയിരിക്കുന്നത്. നായകൾക്ക് മാത്രമായി ആന്റി റാബിസ് വാക്സിൻ നൽകുന്ന പദ്ധതിയും മലബാർ കനൈൻ ക്ലബ്ബ് നടത്തിവരുന്നുണ്ട്. മലബാർ കനൈൻ ക്ലബിന്റെ അഖിലേന്ത്യാ ശ്വാന പ്രദർശനം കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് നടന്നത്. സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ KB വേണുഗോപാൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു.
ശോന പ്രദർശനത്തിൽ ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ അന്താരാഷ്ട്ര ജഡ്ജിമാരായ സൂസൻ ഗ്രേ, സൂസൻ ഷിംഗ്രി എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഹൈദരാബാദ്, ഡൽഹി, പൂനെ, രാജസ്ഥാൻ, ചെന്നൈ, കോയമ്പത്തൂർ, മധുര എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നായകൾ മത്സരത്തിനായി എത്തിയിരുന്നു. ഫില ബ്രസിലീറോ, നിയോപൊളിറ്റൽ, മാസ്റ്റിഫ്, ഡോഗി ഡി ബോർഡക്സ്, ഗ്രെയിൻഡെയിൽ, റോട്ട് വീലർ, അക്കിത്ത, ഡോബർമാൻ, വൈമാനർ, പൂഡിൽ തുടങ്ങി 35 ഇനങ്ങളിൽപ്പെട്ട 250ഓളം നായകളാണ് മത്സരത്തിനെത്തിയത്. പരിപാടികളുടെ ഭാഗമായി ഒബീഡിയൻ ഷോയും നടന്നിരുന്നു. ചെന്നൈയിൽ നിന്നുള്ള രംഗരാജനായിരുന്നു വിധികർത്താവ്. മലബാർ കൈനൈൻ ക്ലബ് സെക്രട്ടറി അരങ്ങിൽ ഗിരീഷ് കുമാർ, സി മോഹൻകുമാർ, യോഗേഷ് കെ, ബൈജു ശ്യാംകുമാർ, റിജീഷ് അരങ്ങിൽ, ശ്യാംകുമാർ, ധർമ്മേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മലബാറിന് താമരയുടെ മിഴിവേകി ശാന്തിഗിരി ആശ്രമത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ആശ്രമം ഗുരുസ്ഥാനീയ ശിഷ്യപൂജിത അമൃതജ്ഞാന തപസ്വിനി നിർവഹിച്ചു. നിലവിലുള്ള പ്രാർത്ഥനാലയത്തിന്റെ തിരിതെളിയിക്കലും അതോടൊപ്പം നടന്നു. 2005-ൽ കക്കോടിയിൽ സ്ഥാപിച്ച ശാന്തിഗിരി ആശ്രമത്തിന്റെ ശാഖയ്ക്ക് വേണ്ടിയാണ് കെട്ടിടം ഒരുങ്ങുന്നത്. ഗുരുമന്ത്രമുഖരിതമായ മുഹൂർത്തത്തിൽ കോഴിക്കോട് ശാന്തിഗിരി ആശ്രമത്തിന് അമൃതജ്ഞാന തപസ്വിനി ശിലാസ്ഥാപനം നടത്തി. കക്കോടി കിഴക്കുമുറിയിലെ ആരാധനാലയത്തിൽ ആരതി ഒഴിഞ്ഞ് നിറദീപങ്ങൾ കൊളുത്തി ഓംകാര പ്രതിഷ്ഠ നടത്തിയ ആരാധനാലയം നാടിന് സമർപ്പിച്ചു. തുടർന്നാണ് ഇതിനു സമീപം ആനാവുകുന്നിന്റെ നെറുകയിൽ പുതിയ പ്രാർത്ഥനാലയത്തിന് ശിലയിട്ടത്. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് മഹാന്മാർ ജീവിച്ചത്. അവരെ പിന്തുടരുമ്പോൾ നാം അറിയാതെ മഹത്വപ്പെടുകയാണെന്ന് അമൃതജ്ഞാന തപസ്വിനി പറഞ്ഞു. മാനവ മൈത്രിയുടെയും മതേതര സൌഹാർദ്ദത്തിന്റെയും പൈതൃകമാണ് ശാന്തിഗിരി ആശ്രമമെന്ന് തുടർന്ന് പ്രസംഗിച്ച പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. AK ശശീന്ദ്രൻ MLA, മലപ്പുറം ജില്ലാ ജഡ്ജി KK കൃഷ്ണൻകുട്ടി, KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം PM നിയാസ്, കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് കവിത മനോജ്, JDT ഇസ്ലാം സെക്രട്ടറി CP കുഞ്ഞു മുഹമ്മദ്, മലയിൽ ഫുഡ് പ്രൊഡക്ട്സ് MD മുഹമ്മദ് ഗദ്ദാഫി തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്യാസ് വില വർധനയ്ക്കെതിരെ ജില്ലയിൽ പ്രതിഷേധം കനക്കുന്നു. വിവിധ സംഘടനകളുടെയും മഹിളാ അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ പ്രകടനം നടത്തിയും അടുപ്പുകൂട്ടിയുമൊക്കെയാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് നഗരസഭയിലെ KMCSU വനിതാ ജീവനക്കാർ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ചെയർപേഴ്സൺ KM സിസിലി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ N സിന്ധു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി BK ബിന്ദു, P മിനി എന്നിവർ സംബന്ധിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പറയഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ പാലം കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. K മിറാസ് ഖാൻ, T ശോഭന എന്നിവർ നേതൃത്വം നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തലക്കുളത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറമ്പത്ത് ബസാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധത്തിന് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K ജമീല, AK ബിന്ദു, KT പ്രമീള, മേഖലാ സെക്രട്ടറി റൂബി എന്നിവർ നേതൃത്വം നൽകി. CPIM തലക്കുളത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അണ്ടിക്കോട് നിന്നും പുറക്കാട്ടേരിയിൽ നിന്നും ആരംഭിച്ച ജാഥകൾ പറമ്പത്ത് ബസാറിൽ സമാപിച്ചു. ലോക്കൽ സെക്രട്ടറി C പ്രകാശൻ, PK സത്യൻ, TK വിജയൻ, A മാധവൻ എന്നിവർ സംബന്ധിച്ചു. CPM മാറാട് സാഗരസരണി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മുഖം മൂടിക്കെട്ടിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. സാഗരസരണിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വായനശാലയ്ക്ക് സമീപം അവസാനിച്ചു. CPM ലോക്കൽ സെക്രട്ടറി N സദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. M അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. A പ്രദീപ്, K രാമദാസൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അരക്കിണർ മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. P രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. P ദീപ, KV സഹീറ, K സിന്ധു എന്നിവർ സംബന്ധിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. ടൗൺ ടീം അരക്കിണർ നേതൃത്വത്തിൽ ഹൈഡേക്കർ അബൂബക്കർ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇത് 4ാം തവണയാണ് മത്സരം സംഘടിപ്പിച്ചത്. ബേപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി 16 ടീമുകൾ പങ്കെടുത്തു. ഫൈനൽ മത്സരത്തിൽ വിക്ടറി ഊർക്കാവ് വിജയികളായി. AK മാർബിൾസുമായി നടന്ന മത്സരം സമനിലയിലായതോടെ നറുക്കെടുപ്പിലൂടെ വിക്ടറി ഊർക്കാവിനെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. 51,000 രൂപയും ട്രോഫിയുമാണ് വിജയികൾക്ക് ലഭിച്ചത്. കൌൺസിലർ KK സൈഫുനീസ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ യൂണിവേഴ്സിറ്റി കോച്ച് CPM ഉസ്മാൻ കോയ കളിക്കാരെ പരിചയപ്പെട്ടു. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ സമ്മാനദാനം നിർവഹിച്ചു.
ഷെഫീഖ് ഹൈഡേക്കർ അധ്യക്ഷത വഹിച്ചു. ഷെഫീഖ് അരക്കിണർ, SB ഹാഷിം, റാഫിഖ്, PH മുജീബ്, A സലീം, മുൻ ഫുട്ബോൾ താരം അബ്ദുൽ മജീദ്, ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ സുപ്രധാന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന ജനകീയ ആവശ്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് കേരളത്തിൽ പുതിയൊരു മുന്നേറ്റത്തിന് പ്രകൃതി സംരക്ഷണ വേദി നേതൃത്വം കൊടുക്കുകയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും റിപ്പോർട്ടിനെ അനുകൂലിക്കുന്നവരുടെ ശബ്ദം ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുകയുമാണ് പ്രകൃതി സംരക്ഷണ വേദി ഉദ്ദേശിക്കുന്നത്. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 മുതൽ ഫെബ്രുവരി 26 വരെ നടക്കുന്ന ജനകീയ ഗ്രാമസഭകളിൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള നിവേദനങ്ങൾ ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഇതിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ജനുവരി 9 അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടക്കും. വെസ്റ്റ് മാഹി സൗഹൃദ അംഗനവാടിയുടെ 13ാമത് വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കെ സൈതലവി അധ്യക്ഷനായ പരിപാടി കുഞ്ഞയ്യ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. വല്ലകത്ത് മോഹനൻ അധ്യക്ഷനായിരുന്നു. കൌൺസിലർ P ദേവരാജൻ, മജീഷ്യൻ പ്രദീപ് ഹൂഡിനോ, ICD സൂപ്പർവൈസർ P രജനി, P സോമനാഥൻ, KV കുഞ്ഞോയ്, ഷൈനി എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ 80 വയസ്സ് കഴിഞ്ഞവരെ ചടങ്ങിൽ ആദരിച്ചു. വൈവാഹിക മാർഗനിർദ്ദേശങ്ങൾക്കും അനുബന്ധ വായനയ്ക്കായുമുള്ള ഓൺലൈൻ പോർട്ടൽ തേന്നിലാവ്.com പ്രകാശനം ചെയ്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ നിക്കാഹിൻ കേരള ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. കേരളത്തിലെ ഏറ്റവും മികച്ച മുസ്ലിം മാട്രിമോണിയൽ പോർട്ടലായ നിക്കാഹിൻ കേരള.com ആണ് വൈവാഹിക വിജ്ഞാന പ്രചരണത്തിനായുള്ള സംരംഭത്തിന് പിന്നിൽ. മാത്തോട്ടം തുലാമുറ്റം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കൌൺസിലർ സൈഫുനിസ ഉദ്ഘാടനം ചെയ്തു. MI മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. KP വിജയൻ, M അബ്ദുറഹിമാൻ, K സുരേന്ദ്രൻ, MB ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ മെഹറൂഫ് രാജ് കുടുംബ ക്ലാസ് എടുത്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് അനുബന്ധ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ ജനുവരി 7 രാവിലെ 11 മണി മുതൽ 24 മണിക്കൂർ സത്യാഗ്രഹ സമരം സെക്രട്ടറിന് മുന്നിൽ നടത്തുമെന്ന് സംഘടനയുടെ കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് MLA സംസാരിക്കും. ചിന്ത പുസ്തകോത്സവം ജനുവരി 8, 9, 10 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. KR ഗൗരിയമ്മ, സീതാറാം യെച്ചൂരി, സെബാസ്റ്റ്യൻ പോൾ, പ്രഭാത് പട്നായിക് തുടങ്ങിയ പ്രമുഖർ സെമിനാറുകളിലും പ്രഭാഷണങ്ങളിലും പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ M ഭാസ്കരനും കൺവീനർ TP ദാസനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 38ാമത് സസ്യഫല പുഷ്പ പ്രദർശനം ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ജനുവരി 8 മുതൽ 14 വരെ നടത്തും. കോഴിക്കോട് മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. പുഷ്പ പ്രദർശനത്തിന്റെ മുന്നോടിയായി ജനുവരി 7 പുഷ്പാലങ്കൃതമായ ഇരുചക്ര കാർ റാലി നടക്കും. പുഷ്പരാജ് പുഷ്പറാണി മത്സരങ്ങളും സംഘടിപ്പിക്കും. രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടക്കുന്ന പ്രദർശനത്തിന് മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 20 രൂപ, സ്കൂൾ ഗ്രൂപ്പ് വിദ്യാർത്ഥികൾക്ക് 10 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. പ്ലാച്ചിമട സമര നായികയായിരുന്ന മൈലമ്മയുടെ പേരിൽ മൈലമ്മ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം തമിഴ് കവയിത്രിയും സാമൂഹിക പ്രവർത്തകയുമായ മീന കന്ദാസ്വാമിക്ക് നൽകാൻ തീരുമാനിച്ചതായി മൈലമ്മ ഫൗണ്ടേഷൻ സാരഥികൾ പറഞ്ഞു. 15,555 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം പാലക്കാട്ട് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. മൈലമ്മ ഫൗണ്ടേഷന്റെ പുതിയ ചെയർമാനായി രാമദാസ് കതിരൂരിനെയും സെക്രട്ടറിയായി MN ഗിരിയെയും തെരഞ്ഞെടുത്തതായും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി ബോർഡിലെ മുഴുവൻ മസ്ദൂർ ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യവുമായി KSEB മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സിന്റെ വൈദ്യുതി ഭവൻ മാർച്ച്. ലേഖനങ്ങളുടെ പേരിൽ തനിക്കെതിരെ പാർട്ടിയെടുത്ത നടപടി ശരിയെന്ന് CPM-ൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി NV ബാലകൃഷ്ണൻ. തന്നെ വളർത്തിയത് പാർട്ടിയെന്നും അദ്ദേഹം. അഴിമതിക്കാരായ കോർപ്പറേഷൻ മേയറെയും ഡെപ്യൂട്ടി മേയറെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ വലയം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.